इति वेदान्तः स्वामिनिति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुखात् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। हरे कृष्ण। श्रीमद् भागवतम चतुर्थ स्कंदം 22-ാമത്തെ അധ്യായം. പൃഥു മഹാരാജാവ് 4 കുമാരന്മാരുമായി സന്ധിക്കുന്നു. ശ്ലോകം 23 മുതൽ 27 വരെ വായിക്കാം. അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ്യദൃഷ്ണയാ തത്സമ്മതാനാം അപരിഗ്രഹേണ ച വിവിക്തരുച്ഛാ പരിതോഷ ആത്മൻ വിനാ ഹരേർഗുണപീയൂഷപാനാത്. അഹിംസയാ പാരമഹംസ്യചര്യയാ സ്മൃത്യാ മുകുന്ദാചരിതാഗ്രസീധുനാ യമേ അകാമൈ നിയമൈശ്ചാപ്യനിന്ദയാ നിരീഹയാ ദ്വന്ദ്വതിനിശ്ചയാ ച. ഹരേർമുസ്തത്പരകർണപൂര ഗുണാഭിധാനേന വിജൃംഭമാണയാ ഭക്ത്യാ ഹ്യസംഗാ സദസത്യനാത്മനി സ്യാദ്ഗുണേ ബ്രഹ്മണി ചാഞ്ചസാരഥിഃ. യഥാരതിർബ്രഹ്മണി നൈഷ്ഠികീ പുമാൻ ആചാര്യവാൻ ജ്ഞാനവിരാഗരം ഹസാ ദഹത്യ വീര്യം ഹൃദയം ജീവകോശം പഞ്ചാത്മകം യോനിവിഭോക്തിധോക്തിഃ. ദഗ്ധാശയോ മുക്തസമസ്തദ്ഗുണോ നൈവാത്മനോ ബഹിരന്തർവിചഷ്ടേ പരാത്മനോര്യവധാനം പുരസ്താത് സ്വപ്നേ യഥാ പുരുഷ തദ്വിനാശേ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഹരേ കൃഷ്ണ. വിഷ്ണുപ്രിയ വിനീത ദേവിദാസ് മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ്യ തൃഷ്ണയാ തത്സമ്മതാനാമപരിഗ്രഹേണ ച വിവിക്തരുച്യാ പരിതോഷ ആത്മൻ വിനാ ഹരേർഗുണ പീയൂഷപാനാത്. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദിക്ക് ജയ്. വിവർത്തനം. ഒരുവന് ആത്മീയ പുരോഗതി കൈവരിക്കണമെങ്കിൽ ഇന്ദ്രിയ സംതൃപ്തിയിലും ധനസമ്പാദനത്തിലും മാത്രം താല്പര്യമുള്ള വ്യക്തികളുടെ സഹവാസം ഒഴിവാക്കണം. അത്തരം വ്യക്തികളെ മാത്രമല്ല, അത്തരം വ്യക്തികളുമായി സഹവാസമുള്ളവരെയും ഒഴിവാക്കണം. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഹരിയുടെ മഹിമകളുടെ അമൃതപാനം ചെയ്യാതെ ജീവിക്കാനാവില്ല എന്ന വിധത്തിൽ
ഒരുവൻ അവന്റെ ജീവിതം വാർത്തെടുക്കണം. അപ്രകാരം അവന് ഇന്ദ്രിയ ആസ്വാദനത്തിന്റെ വെറുപ്പുളവാക്കുന്ന രുചിയിൽ നിന്ന് വിടുതൽ നേടാൻ കഴിയും. ഹരേ കൃഷ്ണ. ശ്ലോകം 24. അഹിംസയാ പാരമഹംസ്യചര്യയാ സ്മൃത്യാ മുകുന്ദാചരിതാഗ്രിശീധുന യമൈരം കാമൈർനിയമൈശ്ചാപ്യുനിന്ദയാ നിരീഹയാ ദ്വന്ദ്വതിദീക്ഷയാ ച. വിവർത്തനം. ആത്മീയോന്നതിക്ക് വേണ്ടി യത്നിക്കുന്ന ഒരു പരീക്ഷാർത്ഥി നിർബന്ധമായും അഹിംസയും അക്രമരാഹിത്യവും പാലിക്കണം. നിർബന്ധമായും മഹാചാര്യന്മാരുടെ കാലടികൾ പിന്തുടരണം. നിർബന്ധമായും എല്ലായ്പ്പോഴും പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ലീലകളുടെ അമൃതിനെ കുറിച്ച് സ്മരിക്കണം. നിർബന്ധമായും ഭൗതിക ആഗ്രഹങ്ങൾ കൈവെടിഞ്ഞ് ക്രമീകൃത തത്വങ്ങൾ പാലിക്കുകയും ആ തത്വങ്ങൾ പാലിക്കുന്നതിനിടയിൽ മറ്റുള്ളവരെ അപഹസിക്കാതിരിക്കുകയും ചെയ്യണം. ഒരു ഭക്തൻ നിശ്ചയമായും ലളിത ജീവിതം നയിക്കുകയും പ്രതികൂല ഘടകങ്ങളുടെ ദ്വൈതഭാവത്താൽ അസ്വസ്ഥനാകപ്പെടാതിരിക്കുകയും വേണം. അവയെ സഹിക്കുവാൻ അവൻ പഠിക്കണം. ഹരേ കൃഷ്ണ. ശ്ലോകം 25. ഹരിർമുഹൂർത്തത്പര കർണപൂരാ ഗുണാഭിധാനേന വിജൃംഭമാണയാ ഭക്ത്യാഹ്യ സംഘാ സദസത്യനാത്മനി സ്യാനിർഗുണേ ബ്രഹ്മണി ചാജ്ഞസാരഥിഹി. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയ ഗുണങ്ങളുടെ നിരന്തര ശ്രവണത്തിലൂടെ ഭക്തൻ ക്രമേണ അവന്റെ ഭക്തിയുത സേവന സംസ്കാരം ഉയർത്തണം. ഭക്തന്മാർക്ക് കർണാഭരണങ്ങൾക്ക് തുല്യമാണ് ഭഗവത് ലീലകളുടെ ശ്രവണം. ഭക്തിയുത സേവനം അനുഷ്ഠിച്ചും ഭൗതിക ഗുണങ്ങളെ ഇന്ദ്രിയാതീതങ്ങളാക്കിയും ഒരുവന് നിഷ്പ്രയാസം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ അതീന്ദ്രിയമായി ഉറയ്ക്കാൻ കഴിയും. ഹരേ കൃഷ്ണ. ശ്ലോകം 26. യഥാരതിർബ്രഹ്മണി നൈഷ്ടകീ പുമാൻ ആചാര്യവാൻ ജ്ഞാന വിരാഗരഹംസയാ ദഹത്യവീര്യം ഹൃദയം ജീവകോശം പഞ്ചാത്മകം യോനിമിവോത്ഥിതോഗ്നി. വിവർത്തനം. ആധ്യാത്മിക ഗുരുവിന്റെ കാരുണ്യത്താലും അറിവും വിരക്തിയും വർദ്ധിപ്പിച്ചതാലും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ ആകർഷണം വർദ്ധിപ്പിച്ച പഞ്ചഘടകങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട് ഹൃദയത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാവ് വിറകിനുള്ളിലെ അഗ്നി വിറകിനെ തന്നെ ദഹിപ്പിക്കുന്നത് പോലെ അവന്റെ എല്ലാ ഭൗതിക ചുറ്റുപാടുകളെയും ദഹിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. 27 ശ്ലോകം. ഹരേ കൃഷ്ണ. ദഗ്ധാശയോ മുക്ത സമസ്ത സദ്ഗുണോ നൈവാത്മനോ ബഹിരന്തർവിജഷ്ടേ പരാത്മനോര്യദ്വ്യവധാനം പുരസ്താത് സ്വപ്നേ യഥാ പുരുഷ തദ് വിനാശേ. വിവർത്തനം. ഒരു വ്യക്തി എല്ലാ ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്നും ഭൗതിക ഗുണങ്ങളിൽ നിന്നും മുക്തനായി കഴിയുമ്പോൾ അവൻ ബാഹ്യമായും ആന്തരികമായി നിർവഹിച്ച കർമ്മങ്ങളുടെ വിവേചനത്തെ അതീന്ദ്രീകരിക്കും. ആ സമയത്ത് ആത്മസാക്ഷാത്കാരത്തിന് മുന്നിൽ നിലകൊള്ളുന്ന ജീവാത്മാ പരമാത്മാ വ്യത്യാസം നശിപ്പിക്കപ്പെടും. ഒരു സ്വപ്നം തീർന്നു കഴിയുമ്പോൾ സ്വപ്നവും സ്വപ്നം കണ്ടവനും തമ്മിൽ വ്യത്യാസമില്ലാതാകുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. സോറി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ പൃഥു മഹാരാജാവ് സനത് കുമാരന്മാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഭൗതിക ലോകത്തിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ജീവാത്മാക്കൾക്ക് ഉയർന്നു പോകാൻ, അവർക്ക് പരമ പുരുഷാർത്ഥം, പരമമായിട്ടുള്ള ക്ഷേമം ലഭിക്കുന്നതിന് അവരെന്താണ് ചെയ്യേണ്ടത് എന്ന് എല്ലാവർക്കും വേണ്ടി പൃഥു മഹാരാജാവ് സനത് കുമാരന്മാരോട് ചോദിച്ചു. അപ്പോൾ സനത് കുമാരനാണ് അതിന് മറുപടി പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ 20-21 ശ്ലോകങ്ങളിൽ അതിനുള്ള ഉത്തരം സനത് കുമാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാമം കഷായം മലമന്തരാത്മന. രതി പരമപുരുഷനായിട്ടുള്ള ഭഗവാനിൽ രതി ഉണ്ടാകണം. പരമപുരുഷനായിട്ടുള്ള ഭഗവാനോട് ആകർഷണം ഉണ്ടാകണം. അപ്പോൾ മാത്രമാണ് ഭൗതികമായിട്ടുള്ള ആകർഷണങ്ങളെല്ലാം ഇല്ലാതാകുന്നത്. അപ്പോൾ പരമപുരുഷനായിട്ടുള്ള ഭഗവാനിൽ എങ്ങനെയാണ് ആകർഷണം ഉണ്ടാകുന്നത്? ദൃഢമായിട്ടുള്ള ആകർഷണം ഉണ്ടാകണമെന്നാണ് സനത് കുമാരൻ പറഞ്ഞിട്ടുള്ളത്. ദൃഢാരതിർ ബ്രഹ്മണി നിർഗുണേച്ഛയ
ഉറച്ച ആകർഷണം ഉണ്ടാകും. ഏതെങ്കിലും ഒരു സമയത്ത് ഭഗവാനോട് ഒരു സമയത്ത് ആകർഷണം തോന്നുന്നതല്ല, നിരന്തരമായിട്ട് ഭഗവാനോട് ഇഷ്ടമുണ്ടായിരിക്കും. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതും എന്നും സനത് കുമാരൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള ശ്ലോകങ്ങളിലും ഭഗവാനോട് എങ്ങനെ ഭക്തി ഉണ്ടാകും, ഭഗവാനോടുള്ള ഇഷ്ടം എങ്ങനെ കൂട്ടാം, അതിനുള്ള മാർഗങ്ങളാണ് സനത് കുമാരൻ പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു, 22ാമത്തെ ശ്ലോകത്തിൽ ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യ ജിജ്ഞാസയാ ആധ്യാത്മിക യോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവ കഥയാ പുണ്യയാച്ച. ദിവസവും ഭഗവാനെ ഉപാസിക്കുക, ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുക, ഭഗവാന്റെ ലീലകൾ നിത്യവും ശ്രവിക്കുക. പുണ്യശ്രവ കഥയാ, ഭഗവാനെ കുറിച്ച് നിരന്തരം ശ്രവിക്കുക. ഇങ്ങനെ നമ്മൾക്ക് ഭക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഇഷ്ടം, ഭഗവാനോടുള്ള ആകർഷണം കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മൾ വായിച്ചത് അതിന്റെ തുടർച്ച തന്നെയാണ്. ഒരാൾക്ക് ഭഗവാനോടുള്ള ഇഷ്ടം, ഭഗവാനോടുള്ള ആകർഷണം കൂട്ടി ഭൗതികമായിട്ടുള്ള ആകർഷണം കുറയ്ക്കുന്നതിന് ഒരുവൻ പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ചും വിധികളെ കുറിച്ചുമാണ് സനത് കുമാരൻ പറയുന്നത്. അപ്പോൾ 23ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, നിരന്തരം ഭഗവാനെ കുറിച്ച് കേൾക്കുക മാത്രമല്ല, ഭഗവാനിൽ ഭക്തി ഇല്ലാത്തവരോട്, ഭൗതികമായിട്ട് മാത്രം ചിന്തിക്കുന്നവരോട് അകൽച്ച പാലിക്കണം എന്നാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. അർത്ഥേന്ദ്രിയാരാമസഘോഷ്യ തൃഷ്ണയാ തത്സമ്മതാനാം അപരിഗ്രഹേണ ച. അർത്ഥേന്ദ്രിയാരാമ, ഭൗതികമായിട്ടുള്ള ആളുകള് കലിയുഗത്തിൽ പ്രത്യേകിച്ചും അധികം ആളുകളും അവർക്ക് എന്തിനാണ് ആകർഷണമുള്ളത്? അർത്ഥത്തിലും ഇന്ദ്രിയ തൃപ്തിയിലുമാണ്. അർത്ഥേന്ദ്രിയാരാമന്മാരാണ് കലിയുഗത്തിൽ അധികം ആളുകൾ. അല്ലാതെ ഭഗവാനിൽ ആകർഷണം, ഭഗവാനോട് ഇഷ്ടമുള്ളവരല്ല, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാർ വളരെ കുറവാണ്. എല്ലാവർക്കും എന്തിനോടാണ് താല്പര്യം? അർത്ഥേന്ദ്രിയാരാമന്മാരാണ്. അർത്ഥത്തോടും ധനത്തിലും ഇന്ദ്രിയ സംതൃപ്തിയിലുമാണ് അധികം പേർക്കും താല്പര്യം. അങ്ങനെ ഉള്ളവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഭക്തി കൂടി നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭക്തന്മാരുമായിട്ട് കൂട്ടുകൂടണം എന്നാണ് പറയുന്നത്. ഭക്തന്മാരുമായിട്ട് സംഘം ചേരണം. ഭക്തന്മാരുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ അഭക്തന്മാരുമായിട്ടുള്ള സംഘം താനെ കുറഞ്ഞോളും. അല്ലെ, പൂന്താനവും പറയുന്നുണ്ട്, വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. നമുക്ക് നമ്മുടെ മിത്രങ്ങളായിട്ട് ആരുണ്ട്? മിത്രങ്ങൾ നമുക്ക് എത്ര? ശിവ ശിവ വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. നമ്മുടെ മിത്രങ്ങൾ, നമ്മുടെ സംഘം ആരോടായിരിക്കണം? വിഷ്ണു ഭക്തന്മാരോട്, ഭഗവാന്റെ ഭക്തന്മാരോടായിരിക്കണം. അങ്ങനെ ആ ഭക്തന്മാരോടുള്ള, അല്ലെങ്കിൽ അർത്ഥേന്ദ്രിയാരാമന്മാരോടുള്ള ആ സംഘം കുറയ്ക്കാൻ സാധിക്കും. അത് ഉപേക്ഷിക്കണമെന്നാണ് സനത് കുമാരൻ പറയുന്നത്. ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ നിർദ്ദേശങ്ങൾ, ഭക്തിയിലുള്ള അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ഭഗവാനെ കുറിച്ച് അറിയുകയില്ല. അവര് നമ്മളെ ഭക്തിയിൽ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകളാണ്. ഭക്തന്മാരാണ് നമ്മളെ ഭക്തിയിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. അങ്ങനെയുള്ള സംഘം ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. വിനാഹരേർ ഗുണപീയൂഷപാനം. ദിവസവും ഭഗവാനെ കുറിച്ച് കേൾക്കാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ദിവസവും എനിക്ക് ഭഗവാനെ കുറിച്ച് കേൾക്കണം, എപ്പോഴും ഭഗവാനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിൽ വലിയ ആസക്തി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഭഗവാനെ കുറിച്ച് എവിടെയൊക്കെ കേൾക്കാൻ അവസരമുണ്ടോ അതെല്ലാം ഉപയോഗിക്കണം. വിനാ ഹരേർ ഗുണപീയൂഷപാന. ഭഗവാനെ കുറിച്ച് കേൾക്കാതെ എനിക്ക് ഉറക്കം വരികയില്ല എന്നുള്ള അവസ്ഥയിൽ എത്തണം എന്നാണ് പറയുന്നത്. ആ അവസ്ഥയിൽ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള ആകർഷണങ്ങൾ ഇല്ലാതാകും എന്ന് പറയും. ഇനി ഭക്തൻ ആത്മീയമായിട്ട് ഉയരുന്നതിന് പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ചാണ് 24ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അഹിംസയാ പാരമഹംസചര്യ. അഹിംസ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, അല്ലെ, മറ്റുള്ളവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിക്കാതിരിക്കുക. ശാരീരികമായിട്ടുള്ള തപസ്സിനെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. ബ്രഹ്മചര്യാം അഹിംസാച. മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക,
വാക്കുകൊണ്ട് പോലും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കരുത്, അല്ലെ? അത് അഹിംസയാണ്. അപ്പൊ ഭക്തന്മാർ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തവരായിരിക്കും. അഹിംസയാ പാരമഹംസചര്യ, ഒരു പരമഹംസനായിട്ടുള്ള ആചാര്യനെ പിന്തുടരണം എന്നാണ് പറയുന്നത്. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഭക്തി ചെയ്യേണ്ടത്. ഭഗവാന്റെ തത്വം അറിഞ്ഞിട്ടുള്ള ആചാര്യന്മാരെ, അവരുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ഭക്തിയിൽ മുന്നോട്ട് പോകണം. നമ്മൾക്ക് അങ്ങനെ ആചാര്യന്മാരുണ്ട്, ഗുരുപരമ്പരയുണ്ട്. ശീലപ്രഭുപാദര് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആചാര്യന്മാരെ പിന്തുടരാൻ വളരെ എളുപ്പമാണ്. പാരമഹംസചര്യ സ്മൃത്യാമുകുന്ദാചരിതാഗ്രസീതുനാം, എപ്പോഴും നമ്മൾ ഭഗവാന്റെ ലീലകൾ സ്മരിച്ചുകൊണ്ടിരിക്കണം. എന്താണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ചിന്താഗതി? എന്താണ് നമ്മുടെ മനസ്സിൽ ധ്യാനിക്കേണ്ടത്? ഭഗവാന്റെ ലീലകളാണ്. അതുകൊണ്ടാണ് നമുക്ക് പ്രയോജനമുള്ളത്. മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. നമ്മളെ അത് താഴോട്ടാണ് കൊണ്ടുപോകുന്നത്. ഭഗവാനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഉയർച്ച ഉണ്ടാകുന്നത്. സ്മൃത്യാം മുകുന്ദാചരിതാഗ്രസീതുന, ഭഗവാന്റെ ചരിതങ്ങൾ, ഭഗവാന്റെ ചരിതങ്ങളാകുന്ന അമൃതമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്മൃത്യ, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. യമേ അകാമേ, യമനിയമങ്ങളെ പാലിക്കും, അല്ലെ? ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടുള്ളതുമുണ്ട്. നിയമേ, യമവും നിയമവും പാലിക്കും. യമം എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഭക്തിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. 4 കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്ന് പറയുന്നു, അല്ലെ? മദ്യപാനം, മാംസഭോജനം, പരപുരുഷ പരസ്ത്രീ ബന്ധങ്ങളും, അതേപോലെ ചൂതാട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് യമമാണ്. തീർച്ചയായിട്ടും ചെയ്യേണ്ടതുമുണ്ട്, അത് നിയമമാണ്. എന്തായാലും ചെയ്യേണ്ടത് നിയമമാണ്. അതെന്താണ്? ഭഗവാന്റെ നാമജപം, അതേപോലെ ഭാഗവത പഠനം, രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഭഗവാന് ആരതി ചെയ്യുന്നത്, ഭഗവാന്റെ പ്രസാദം മാത്രം കഴിക്കുന്നത്, ഇതൊക്കെ നിയമമാണ്. അത് ചെയ്യേണ്ടതാണ്. അപ്പൊ യമവും പാലിക്കണമെന്നാണ് പറയുന്നത്. അകാമേ നിയമേ ശാപ്യനിന്ദയ, മറ്റുള്ളവരെ നിന്ദിക്കാതിരിക്കണമെന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ വെറുതെ കളിയാക്കരുത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദോഷങ്ങൾ ചർച്ച ചെയ്യരുത്. മറ്റുള്ളവരുടെ ദോഷങ്ങൾ ചർച്ച ചെയ്യുന്നത് ആത്മീയമായിട്ട് ഉയർച്ചയ്ക്ക് നല്ലതല്ല എന്ന് പറയും. ഭഗവാന്റെ ഗുണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ ദോഷങ്ങൾ ചർച്ച ചെയ്തത് കൊണ്ടോ, മറ്റുള്ളവരെ നിന്ദിച്ചത് കൊണ്ടോ, മറ്റുള്ളവരെ കളിയാക്കിയത് കൊണ്ടോ, മറ്റുള്ളവരെ പരിഹസിച്ചത് കൊണ്ടോ നമുക്ക് ആത്മീയമായിട്ട് യാതൊരു ഉയർച്ചയും ഉണ്ടാകും. അനിന്ദയ എന്നാണ്, മറ്റുള്ളവരെ നിന്ദിക്കരുത്. നിരീഹയാതുന്തതിദിച്ഛയാച, നിരീഹയ, വലിയ ആർഭാടപൂർണമായിട്ടുള്ള ജീവിതം വേണമെന്ന് ആഗ്രഹിക്കരുത്. ലളിതമായിട്ട് ജീവിക്കണം എന്നാണ് പറയുന്നത്. ലളിതമായിട്ടുള്ള ജീവിതമാണ് ഭക്തിയിൽ ഉയരാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. നിരീഹയാ ദ്വന്ദ്വതിദിച്ഛയാച, ഭൗതിക ലോകത്തിൽ എപ്പോഴും സുഖവും ദുഃഖവും മാറിക്കൊണ്ടിരിക്കും. തുടർച്ചയായിട്ട് നമ്മൾക്ക് സുഖം ലഭിക്കുന്നില്ല, തുടർച്ചയായിട്ട് നമ്മൾക്ക് ദുഃഖവും ഇല്ല. രാവും പകലും പോലെ അതങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ശീതോഷ്ണ സുഖ ദുഃഖത ആഗമാ പായന അനിത്യം എന്നാണ് ഭഗവാൻ പറയുന്നത്. സുഖവും ദുഃഖവും അനിത്യമാണ്. അത് വേനൽക്കാലവും മഴക്കാലവും പോലെ മാറിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ രാവും പകലും പോലെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ത്വാക്തിദിക്ഷസ്വ ഭാരത എന്ന് ഭഗവാൻ നേരിട്ട് അർജുനന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ കാര്യം സനത്കുമാരൻ ഇവിടെ പൃഥ്വിമഹാരാജാവിനും പറഞ്ഞു കൊടുക്കുന്നു. ദ്വന്ദ്വതിദിക്ഷയാച, ദുഃഖമാണെങ്കിലും സുഖമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഭക്തി തന്നെ ചെയ്യണം. അത് മാറിക്കൊണ്ടിരിക്കും. ഭക്തിയിൽ വന്നതുകൊണ്ട് രാവും പകലും ഇല്ലാതാകുന്നില്ല, അല്ലെ? ഭക്തിയിൽ വന്നതുകൊണ്ട് മഴക്കാലം വേനൽക്കാലം ഇല്ലാതാകുന്നില്ല. അതുപോലെ സുഖവും ദുഃഖവും ഇല്ലാതാകുന്നില്ല. അതങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ദുഃഖത്തിന്റെ കാഠിന്യം ഇല്ലാതാകും. നമ്മൾക്ക് അതിനെ തരണം ചെയ്യാൻ സാധിക്കും. അപ്പോൾ സുഖത്തിലും ദുഃഖത്തിലും നമ്മൾ ഒരേപോലെ ഭഗവാന്റെ സേവനത്തിൽ തന്നെ ഇരിക്കണം എന്നാണ് പറയുന്നത്. ഹരേ തത്പരകർണപൂരം ഗുണാഭിധാനേന വിജൃംഭമാണയാം, 25ാമത്തെ ശ്ലോകത്തിൽ പറയും. ഒരു ഭക്തന്റെ കർണാഭരണം, കർണപൂരം, കർണത്തിൽ ഒരുപാട് ആഭരണം അണിയണമെന്നാണ്
പറയുന്നത്. എന്താ ആഭരണമാണ്? ഹരേർ മുഹുസ്തത്പരം, ആ ഭഗവാന്റെ ലീലകൾ തുടർച്ചയായിട്ട്, മുഹുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും ഭഗവാന്റെ ലീലകൾ ശ്രവിക്കുന്നതാണ് ഭക്തന്റെ കർണാഭരണം. ഭക്തന്റെ എന്താണ് പറയുന്നത്, കർണത്തിലിടുന്ന ആഭരണം, കർണത്തിന്റെ അലങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ കർണത്തെ അലങ്കരിക്കണം ഭക്തന്മാർ, ചെവിയെ അലങ്കരിക്കണം. എന്തുകൊണ്ടാണ് അലങ്കരിക്കേണ്ടത്? നിരന്തരം ഭഗവാനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ ആ ചെവി, ആ കർണം വളരെ അലങ്കാരമുള്ളതായിട്ട് മാറും. ഭഗവാനെ കുറിച്ച് നിരന്തരം കേൾക്കണമെന്നാണ് പറയുന്നത്. ഗുണാഭിധാനേന വിജൃംഭമാണയാ, ഭക്തന്മാർ സ്വന്തം ഗുണങ്ങൾ വർദ്ധിപ്പിക്കണം. ഭക്തി, ഒരു ഭക്തന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും അല്ലെ. തിരിക്ഷയാകാരുണികാശാന്തം, ആ വ്യക്തി തിരിച്ചയുള്ള വ്യക്തിയായിരിക്കും, സഹനശീലമുള്ളവനായിരിക്കും, ശാന്തനായിരിക്കും, അതേപോലെ മറ്റുള്ളവരോട് കാരുണ്യമുള്ളവനായിരിക്കും. ഇങ്ങനെയുള്ള ഭക്തി ഗുണങ്ങളൊക്കെ വർദ്ധിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഗുണാഭിധാനേന വിജൃംഭമാണയ ഭക്ത്യാഹ്യസംഗാ സദസത്യനാത്മനെയും, അങ്ങനെ നിരന്തരം എല്ലാ ദിവസവും ഭക്തി പ്രാക്ടീസ് ചെയ്തുകൊണ്ടും അസംഗം, അഭക്തന്മാരോട് കൂട്ടുകൂടാതെയും, സദസത്യനാത്മനി, നമ്മൾ കാണുന്നതെല്ലാം ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടും, നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും ഭഗവാനുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ എല്ലാത്തിലും ഭഗവാനെ കണ്ടുകൊണ്ടും എല്ലായിടത്തും ഭഗവാന്റെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ടും മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. സാരഥി, ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും ഭഗവാനോട് ആകർഷണം കൂടിക്കൂടി വരും. ഭഗവാനോടുള്ള ആകർഷണം കൂടി, രതി, ഭഗവാനോട് ആസക്തി നമ്മൾക്കുണ്ടാകും. ആ ആസക്തി ഉണ്ടാകണമെന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് അല്ലെ. മയ്യാസക്തമനാപാർത്ഥ യോഗം യുജന്മദാശ്രയം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഇതിൽ ആസക്തമായിട്ടുള്ള മനസ്സോടുകൂടി യോഗം പരിശീലിക്കണം. അങ്ങനെ ഭഗവാനോട് കുറിച്ച് നിരന്തരം കേട്ട് യമനിയമങ്ങളൊക്കെ പാലിച്ച് ഭക്തന്മാരുടെ സംഘത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഭഗവാനോട് ഇഷ്ടമുണ്ടാകും. ആ ഭഗവാനോടുള്ള ആകർഷണം കൊണ്ട് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ദോഷങ്ങളും കരിഞ്ഞു പോകും എന്നാണ് 26-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യഥാരതിർ ബ്രഹ്മണി നൈഷ്ഠികീ പുമാൻ ആചാര്യവാൻ ജ്ഞാനവിരാഗരം ഹസ ദഹത്യ വീര്യം ഹൃദയം ജീവകോശം. നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരുപാട് ദോഷങ്ങൾ, ഭൗതികമായിട്ടുള്ള ദോഷങ്ങൾ ഇരിക്കുന്നുണ്ട്. കാമക്രോധ ലോകമോഹങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ കത്തിപ്പോകുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് കത്തിപ്പോകുന്നത്? യഥാരതിർ ബ്രഹ്മണി നൈഷ്ഠികി, ഭഗവാനോട് ആകർഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് വലിയ ശക്തിയുണ്ട്. ഭഗവാനോടുള്ള ആകർഷണത്തിന് വലിയ ശക്തിയുണ്ട്. ആ ആകർഷണത്തിന്റെ ഫലമായിട്ട് ഭൗതികമായിട്ടുള്ള ആകർഷണം മുഴുവൻ ദഹത്യ വീര്യം, അത് കത്തിപ്പോകും എന്നാണ് പറയുന്നത്. അതിനെന്ത് വേണം? ആചാര്യവാജ്ഞാന വിരാഗരംഭസ, ഒരു ഗുരുവിന്റെ കാരുണ്യം, ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. അതേപോലെ നമ്മൾക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിരിക്കും. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനത്താലും ഗുരുവിന്റെ കാരുണ്യത്താലും ആ ഭൗതിക ആകർഷണങ്ങളൊക്കെ നമ്മളെ വിട്ടുപോകും, അത് കത്തിപ്പോകും എന്നാണ് പറയുന്നത്. ദഹത്യവീര്യം ഹൃദയം ജീവകോശവും, ഹൃദയത്തില് അങ്ങനെ ഒരു ആവരണമുണ്ട്, ജീവാത്മാവിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു ആകർഷണ വലയം, അതൊക്കെ ഇല്ലാതാകും എന്നാണ് പറയുന്നത്. പഞ്ചാത്മകം യോനി വിബോധിതോ, വിറകിൽ തീ പിടിച്ചു കഴിഞ്ഞാൽ വിറക് മുഴുവൻ കത്തി നശിച്ചു. അതേപോലെ ഹൃദയത്തിൽ ഭഗവാനോട് ആകർഷണം ഉണ്ടായി കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ആകർഷണങ്ങളൊക്കെ കത്തി ഇല്ലാതായി പോകും എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഒരു വ്യക്തിക്ക് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നത്. ഹൃദയത്തിൽ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും സമാധാനം അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ വ്യക്തിക്ക് ശാന്തി അനുഭവപ്പെടും. അതിനുശേഷം ആ ജീവൻ എന്ത് ചെയ്യുമെന്നാണ് 27-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ദഗ്ധാശയോ മുക്ത സമസ്ത തദ്ഗുണോ നൈവാത്മനോ ബഹിരന്തർജഷ്ടേ. അങ്ങനെ എല്ലാ ആശകളും, ഭൗതികമായിട്ടുള്ള ദുരാഗ്രഹങ്ങളെല്ലാം ഇല്ലാതായി, അതെല്ലാം അതെല്ലാം കത്തി അമർന്ന സമയത്ത് എന്ത് സംഭവിക്കും? ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഐക്യത്തിലാകുന്നത്. ജീവാത്മാവ് പരമാത്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാത്തത്, ഭഗവാന്റെ നിർദ്ദേശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആത്മവശ്യേ വിധേയാത്മാ പ്രസാദം അധികച്ചതി എന്ന് ഭഗവാൻ
ഭഗവത്ഗീതയിൽ പറയുന്നത്. അത് ആത്മവശ്യം, പരമാത്മാവിനനുസരിച്ച് ജീവാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ പരമാത്മാവിന്റെയും ജീവാത്മാവിന്റെയും ആഗ്രഹങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവുകയില്ല. അതുവരെ ജീവാത്മാവ് സ്വന്തം ഇഷ്ടപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്, പരമാത്മാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ തയ്യാറാകുന്നില്ല. അത് കേട്ടാൽ മനസ്സിലാവുകയുമില്ല. അപ്പോൾ ഈ സമയത്ത് ഭൗതിക ആഗ്രഹങ്ങളൊക്കെ കെട്ടടങ്ങുന്ന സമയത്ത് പരമാത്മാവിന്റെ നിർദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പരമാത്മാവിനോട് യോജിച്ച്, പരമാത്മാവിന്റെ നിർദ്ദേശങ്ങളോട് യോജിച്ച് പ്രവർത്തിക്കാനും സാധിക്കും. കരിഷ്യേ വചനം തവ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പ്രവർത്തിക്കാം എന്ന് പരമാത്മാവിനോട് ജീവാത്മാവിന് പറഞ്ഞ് അതിനോട് അനുകൂലമായിട്ട്, പരമാത്മാവിനോട് അനുകൂലമായിട്ട് ജീവാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ എന്തോ സ്വപ്നത്തിൽ ചെയ്ത കാര്യങ്ങളായിരുന്നു, ഇനി മുതൽ ഞാൻ യഥാർത്ഥ പ്രവർത്തനങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ ജീവാത്മാവ് ഉണർന്നെഴുന്നേൽക്കുമെന്നാണ് പറയുന്നത്. അതിന് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ കെട്ടടങ്ങാറ്. അതിനെന്ത് വേണം? നിരന്തരം ഭഗവാനെ കുറിച്ച് ശ്രവിക്കണമെന്നാണ്. ഭക്തസംഘത്തിൽ ഇരുന്നു കൊണ്ട് നിരന്തരം ഭഗവാനെ കുറിച്ച് ശ്രവിക്കണം. അതാണ് ഭഗവാനിൽ ഭക്തി ഉണരാനുള്ള മാർഗമായിട്ട് സനത്കുമാരന്മാര് പറയുന്നത്. തുടർന്നും ആ ജീവാത്മാവിനുണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ച് സനത്കുമാരൻ വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം. അപ്പൊ നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുധാമാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജപിച്ചോളൂ മാതാജി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ